തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ നിർത്തിവെക്കാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്നെത്തും. ഹൃദയ ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചത് ജൂൺ 9 മുതൽ ശസ്ത്രക്രിയയ്ക്ക് തീയതി കാത്ത 50-ലധികം പേർ. നന്ദിക്കര സെൻട്രൽ പിക്കപ്പ് വാനിടിച്ച് +2 വിദ്യാർത്ഥിനി മരിച്ചു. അപകടം ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ ഡ്രൈവർ പോലീസ് കസ്റ്റഡിയിൽ. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തൃശൂർ ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട്. ലീഡർ കെ കരുണാകരന്റെ ജന്മവാർഷിക ദിനത്തിൽ നാടെങ്ങും അനുസ്മരണ പരിപാടികൾ. പൂങ്ങുന്ന മുരളി മന്ദിരത്തിലെ സ്മൃതി കുടീരത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. കാലം എത്ര പിന്നിട്ടാലും ലീഡറുടെ പ്രസക്തി കേരള രാഷ്ട്രീയത്തിൽ കൂടി വരികയാണെന്ന് മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ. ഒരു വർഷം മുൻപ് മോഷണം നടന്ന സ്വർണ്ണക്കടയിൽ വീണ്ടും മോഷണ ശ്രമം. സംഭവം കയ്പമംഗലം 3 പീടികയിൽ ശ്രദ്ധയിൽപ്പെട്ടത് രാവിലെ ഉടമ കട തുറക്കാനെത്തിയപ്പോൾ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ നിർത്തിവെക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്ന് മെഡിക്കൽ കോളേജിലെത്തും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം മേധാവി ഡോക്ടർ രാജേഷ് അധ്യക്ഷനായ സമിതിക്കാണ് അന്വേഷണ ചുമതല. മെഡിക്കൽ കോളേജിലെത്തുന്ന സംഘം ബന്ധപ്പെട്ടവരിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കും. ജൂൺ 9 മുതലാണ് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചത്. ശസ്ത്രക്രിയയ്ക്ക് പിന്തുണ നൽകേണ്ട പെർഫ്യൂഷനിസ്റ്റുകൾക്ക് കാര്യക്ഷമതയില്ലെന്ന് വ്യക്തമാക്കിയാണ് ഡോക്ടർമാർ ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചത്. നിലവിൽ 50-ൽ-അധികം പേർ ശസ്ത്രക്രിയയ്ക്ക് തീയതി കാത്ത് കഴിയുന്നുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിൽ വീണ്ടും ഗുരുതരമായ വീഴ്ച. ചികിത്സയ്ക്കെത്തിച്ച രോഗികൾ ആംബുലൻസിൽ കാത്തുകിടന്നത് അരമണിക്കൂർ. ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് വീണ്ടും രോഗികൾക്ക് ദുരനുഭവം സമ്മാനിക്കുകയാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കാഷ്വലിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? നമ്മളെ വണ്ടിയിലും അതേപോലെ തന്നെ വേറൊരു ആംബുലൻസിലും പേഷ്യന്റിനെ കൊടുത്തിട്ട് കുറച്ചധികം നേരെ വെയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ഇത്ര നേരമായിട്ട് ഒരാൾ പോലും പേഷ്യന്റിനെ ഇറക്കാനോ എന്താ കാര്യം അന്വേഷിക്കാൻ പോലും ഒരാൾ വന്നിട്ടില്ല. എപ്പം നോക്കിയാലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണിത്. തൃശൂർ കൂടാതെ പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഗുരുതരാവസ്ഥയിലായ രോഗിയുമായി അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ ആംബുലൻസിൽ സ്ട്രെച്ചർ ലഭിക്കാൻ 2 രോഗികൾ കാത്തുകിടന്നത് അരമണിക്കൂറോളമാണ്. അവസാനം രോഗിയുടെ ബന്ധുക്കൾ പ്രതിഷേധം ഉയർത്തിയതോടെയാണ് രോഗിയെ ആശുപത്രിക്കുള്ളിൽ പ്രവേശിപ്പിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥ പതിവ് സംഭവമാണെന്നും സഹികെട്ടാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നും ആംബുലൻസ് ഡ്രൈവർ ടി പ്രണവ് TCVയോട് പറഞ്ഞു. നമ്മൾ ഇന്നലെ മെഡിക്കൽ കോളേജിലേക്ക് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്ത പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പോണ സമയത്ത് സാധാരണ നമുക്ക് സ്ട്രെച്ചർ ട്രോളി അവിടെ കൊണ്ടുവരാറുണ്ട് ആൾക്കാർ. പക്ഷേ നമ്മൾ പോയ സമയത്ത് പേഷ്യൻറ്റിനെ എടുക്കാൻ പോയിട്ട് ഒരാൾ അത് ശ്രദ്ധിക്കാൻ പോലും, അത് എന്താ കേസ് എന്നൊന്ന് ചോദിക്കാൻ പോയിട്ട് പേഷ്യൻറ്റിനെ കൊണ്ടുവരാൻ ഒന്നിനും ഒരാൾ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പോയിട്ട് അവിടെ പോയി പറഞ്ഞു, സെക്യൂരിറ്റിയോട് പറഞ്ഞു. ആ സമയത്ത് ആൾ പറഞ്ഞു അവർ വേറെ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ പോയിരിക്കാന്ന്. അപ്പോൾ തന്നെ വേറെ ആംബുലൻസ് വന്നു. 2 വണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നത്. സ്റ്റാഫുകളുടെ പെരുമാറ്റമാണ് നമുക്ക് ബുദ്ധിമുട്ടായി വരുന്നത്. കാരണം പലവട്ടം നമുക്ക് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മളാരുമല്ല നമ്മൾ കൊണ്ടുവന്ന ആൾക്കാർ, പക്ഷേ നമ്മളെ വിശ്വസിച്ച് നമ്മളെ വണ്ടിയിൽ കയറുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മളെക്കാട്ടി ബുദ്ധിമുട്ടാണല്ലോ. സാധാരണക്കാർ ഒരു വില കുറച്ച് കാണുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുവരുന്നത് മെഡിക്കൽ കോളേജിലായാലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പൊതുവെ എങ്ങനെ കണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം തൃശൂർ പന്നിത്തടത്തുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജിലെത്തിയ KSRTC ഡ്രൈവർ രാജേഷ് രക്തം വാർന്ന് ആംബുലൻസിൽ കിടക്കേണ്ടി വന്നത് 3/4 മണിക്കൂറോളമാണ്. ഇത് വാർത്തയായതിനു ശേഷം സംഭവം മെഡിക്കൽ കോളേജ് നിഷേധിച്ചിരുന്നു. എന്നാൽ ഇത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇപ്പോൾ സമാന സംഭവം തൃശൂർ മെഡിക്കൽ കോളേജിൽ ആവർത്തിച്ചിരിക്കുന്നത്. അധികൃതരുടെ അനാസ്ഥയുടെ പര്യായമാണ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഈ ഞെട്ടിക്കുന്ന വാർത്ത. ഒരു ജീവൻ പൊലിയുമ്പോഴായിരിക്കും അധികൃതർ കണ്ണു തുറക്കുക. എന്തായാലും പ്രണവിനെ പോലുള്ള ഈ ആംബുലൻസ് ഡ്രൈവർമാരുടെ പ്രതികരണം മാതൃകാപരം തന്നെ. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. നന്ദിക്കര സെന്ററിൽ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ പിക്കപ്പ് വാനിടിച്ച് +2 വിദ്യാർത്ഥിനി മരിച്ചു. ഇന്ന് രാവിലെ 7:30യോടെയായിരുന്നു അപകടം. പുതുക്കാട് വടക്കേത്തുറവ് ചിരുകണ്ടത്ത് മോഹനന്റെ മകൾ 17 വയസ്സുള്ള വൈഷ്ണയാണ് മരിച്ചത്. ബസ്സിറങ്ങി സഹപാഠിയോടൊപ്പം ട്യൂഷൻ സെന്ററിലേക്ക് പോകാൻ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കോട്ടയം ഭാഗത്തേക്ക് കള്ള് കൊണ്ടുപോയിരുന്ന പിക്കപ്പ് ഇടിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പിക്കപ്പിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ തെറിച്ചുവീണ വൈഷ്ണയെ നാട്ടുകാർ ചേർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ. നന്ദിക്കര ഗവൺമെന്റ് സ്കൂളിലെ +2 കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥിനിയാണ്. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പിക്കപ്പ് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. TCV ന്യൂസ്, പുതുക്കാട്.
മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ചിലയിടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. എന്നാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ഇന്ന് ലീഡർ കെ കരുണാകരന്റെ ജന്മവാർഷിക ദിനം. ജനനേതാവിന്റെ സ്മരണകൾക്ക് മുന്നിൽ നാടൊന്നാകെ സ്മരണാഞ്ജലി അർപ്പിക്കുകയാണ്. ചിത്രകാരനായിരുന്നു കെ കരുണാകരൻ. എന്നാൽ ജനമനസ്സിന്റെ എഞ്ചിനീയറിംഗ് വശമുള്ള ഒരു മാജിക്കുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. സുദീർഘമായ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം എത്രയോ അത്ഭുതങ്ങൾ കാട്ടിയിരിക്കുന്നു. ശൂന്യമായ ക്യാൻവാസിൽ ചിലതൊക്കെ കോറിയിടുമ്പോൾ തെളിയുന്നത് എതിരാളികൾ പോലും അമ്പരക്കുന്ന ചിത്രമിഴിവ്. ചിലരുടെ തലവര തന്നെ മാറ്റിമറിക്കും ആ രാഷ്ട്രീയ വരകൾ. അപ്പോഴും കണ്ണിറുക്കിയുള്ള ചിരിയിലൂടെ വീണ്ടും വിസ്മയിപ്പിക്കും കെ കരുണാകരൻ. കണ്ണൂർ ചിറക്കൽ തെക്കേടത്ത് രാമുണ്ണി മാരാരുടെയും കണ്ണോത്ത് കല്യാണി മാരസയാരുടെയും മകനായി 1918 ജൂലൈ 5 ജനനം. കണ്ണിൽ വെള്ളം നിറയുന്ന രോഗം മൂലം 8ാം ക്ലാസ്സിൽ പഠനം. ലീഡർ കെ കരുണാകരൻ തുടങ്ങിവെച്ച മഹത്തായ സംരംഭങ്ങളുടെ പേരിലാണ് കേരളം മുന്നോട്ടു പോകുന്നതെന്ന് മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞു. കാലം എത്ര പിന്നിട്ടാലും ലീഡറുടെ പ്രസക്തി കേരള രാഷ്ട്രീയത്തിൽ കൂടി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. പൂങ്ങുന്നത്ത് ലീഡർ അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു തേറമ്പിൽ രാമകൃഷ്ണൻ. ലീഡർ കെ കരുണാകരന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരളി മന്ദിരത്തിലെ ലീഡറുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണവും സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ എന്നിവർ നേതൃത്വം നൽകി. സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, രാജൻ പല്ലൻ, CN ഗോവിന്ദൻകുട്ടി, ജോസഫ് ചാലിശ്ശേരി, KB ശശികുമാർ, KK ബാബു, അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ, KV ദാസൻ, അഡ്വക്കേറ്റ് സിജോ കടവിൽ, KH ഉസ്മാൻ ഖാൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് DCC ഭാരവാഹികളും ബ്ലോക്ക്, മണ്ഡലം, വാർഡ് കമ്മിറ്റി ഭാരവാഹികളും പുഷ്പാർച്ചന നടത്തി. അനുസ്മരണ സമ്മേളനം UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചിരുന്നു. മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് T ആസഫ് അലി ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി സജീവൻ കുരിയച്ചിറ അധ്യക്ഷത വഹിച്ചു. MP സുരേന്ദ്രൻ, A സേതുമാധവൻ തുടങ്ങിയവരും പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ലീഡർ കെ കരുണാകരന്റെ 107ാം ജന്മദിനത്തോടനുബന്ധിച്ച് കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാ സംഘം ഓഫീസിൽ ലീഡറുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. A ബഷീർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KC സെബാസ്റ്റ്യൻ, PV ലോനപ്പൻ, ആൽബിൻ പാണയങ്ങാടൻ, AB സഞ്ജയ് എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം 3 പീടികയിൽ ജ്വല്ലറിയുടെ ചുമർ തുരന്ന മോഷണ ശ്രമം. 3 പീടിക സെന്ററിൽ പ്രവർത്തിക്കുന്ന ഐഡിയ ജ്വല്ലറിയിലാണ് മോഷണ ശ്രമം നടന്നത്. ജ്വല്ലറിയുടെ പിൻഭാഗത്തെ ചുമർ തുരന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ഇന്ന് രാവിലെ ഉടമ കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. എന്നാൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കടയുടമ പറഞ്ഞു. 1 വർഷം മുൻപ് ഇതേ ജ്വല്ലറിയിൽ മോഷണം നടന്നിരുന്നു. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു. IPS ഓഫീസറും കൊടകര സ്വദേശിയുമായ P വാഹിദിനെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, DPO ഡോക്ടർ NJ ബിനോയ്, പ്രധാനാധ്യാപകൻ KK താജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം പണി പൂർത്തീകരിച്ചത്. തെരുവ് വിളക്കുകൾ തെളിയാത്തതിനെതിരെ കൊടുങ്ങല്ലൂരിൽ BJP കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭയുടെ മുന്നിൽ നിന്നും വടക്കേ നടയിലേക്ക് ചൂട്ട് കത്തിച്ച് പ്രതിഷേധ നടത്തം സംഘടിപ്പിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് R ജിതേഷ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ അധ്യക്ഷത വഹിച്ചു. TJ ജെമി, ON ജയദേവൻ, രശ്മി ബാബു, ശാലിനി വെങ്കിടേഷ് എന്നിവർ നേതൃത്വം നൽകി. ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ, കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഈ തരത്തിലുള്ളൊരു പ്രതിഷേധ സമരം നടത്താനുണ്ടായ കാരണത്തെക്കുറിച്ച് സ്വാഗത പ്രാസംഗിക സൂചിപ്പിച്ചു കഴിഞ്ഞു.
കൊടുങ്ങല്ലൂർ നഗരസഭയുടെ 44 വാർഡിലും ഇന്ന് ജനങ്ങൾക്ക് രാത്രിയായാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. തെരുവിലും സമര രംഗത്താണ്. എല്ലാ കാര്യങ്ങളിലും കൊടുങ്ങല്ലൂർ നഗരസഭ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഖാദികൻ വി സാംബശിവൻ അനുസ്മരണം സംഘടിപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ ജോയ് കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. ടി ജെ ബേബി അധ്യക്ഷത വഹിച്ചു. മറ്റത്തു ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, വായനശാല പ്രസിഡന്റ് എച്ച് സഹീർ, ഷാജു കാവുങ്ങൽ, റെന്നി വർഗീസ്, എ യു ഷിഹാബുദ്ദീൻ, ജോയ് കാവുങ്ങൽ എന്നിവർ സംസാരിച്ചു. അനന്യ ജയൻ കഥാപ്രസംഗം അവതരിപ്പിച്ചു. ആ ക്യാമറ ആ ഹെലിക്രാഫ്റ്റ് അയോധ്യയിലേക്ക് പറന്നു. ആ ഹെലിക്രാഫ്റ്റ് അവിടെ ഇറങ്ങിയ മാത്രമേ വിശപ്പിന്റെ കൂടുകൾ അവിടേക്ക് ഓടിയെടുത്തു. നാട്ടുഭാഷയുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകൾക്ക് 30 വയസ്സ്. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അന്തിക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസർ എൻ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സ്മിത കുമാർ, അധ്യാപകരായ KR സ്മിത, റോഷ്നി തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങൾക്ക് എത്ര പേരുണ്ട് ഈ 10 പൈസ പത്തുക? ഒരു സ്കൂളിൽ അധ്യാപകരെ അല്ലെങ്കിൽ വീട്ടിലെ രക്ഷിതാക്കളെ. കൊടകര സഹൃദയ കോളേജിൽ ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാടൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് DVSP PR ബിജോയ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി. പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് മേധാവി ഡോക്ടർ പോൾ ചാക്കോ എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചർ ഫോറം നടത്തിയ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി സെറാഫിക് ഗേൾസ് ഹൈസ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ നെഹ്റു സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. സ്റ്റഡി സെന്റർ ചെയർമാൻ ആന്റോ തൊറയൻ പുസ്തകങ്ങൾ കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ടെസിൻ, സ്കൂൾ വികസന സമിതി ചെയർമാൻ MB സജീവ്, PTA പ്രസിഡന്റ് TB ബൈജു, MPTA പ്രസിഡന്റ് കീർത്തി സ്റ്റാൻലി, വിദ്യാർത്ഥി പ്രതിനിധി ഗായത്രി, സ്കൂൾ ലീഡർ PS നന്ദിത എന്നിവർ പങ്കെടുത്തു. മാള റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനവും ഇന്ന് നടക്കും. റോട്ടറി ക്ലബ്ബ് ഹാളിൽ വൈകിട്ട് 7:30 നടക്കുന്ന യോഗം റോട്ടറി നിയുക്ത ഗവർണർ ജോഷി ചാക്കോ ഉദ്ഘാടനം ചെയ്യുമെന്ന് മാള ക്ലബ്ബ് പ്രസിഡന്റ് പോൾ പാറയിൽ, സെക്രട്ടറി അലൂഷ്യസ് സ്റ്റീഫൻ, പോളി കണ്ണങ്കത്ത്, തോമസ് കൈതാരൻ എന്നിവർ അറിയിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കബഡി ടീമിലെ 35 വിദ്യാർത്ഥികൾക്ക് ജേഴ്സികൾ വിതരണം ചെയ്തു. ബാങ്ക് മാനേജർ ഗിരീഷ് കുമാർ വിതരണം നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ വെങ്കിട്ടമൂർത്തി, ഹെഡ്മിസ്ട്രസ് മെഴ്സി മാത്യു തുടങ്ങിയവരും പങ്കെടുത്തു. ജൂലൈ 9 പൊതുപണിമുടക്ക് വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് ജീവനക്കാരുടെ സംഘടനയായ ബെഫി തൃശൂരിൽ വിശദീകരണ യോഗം നടത്തി. SBI മെയിൻ ബ്രാഞ്ചിന് മുന്നിൽ നടത്തിയ വിശദീകരണ യോഗം CITU തൃശൂർ ജില്ലാ സെക്രട്ടറി T സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ വൈസ് പ്രസിഡന്റ് ടെൻസൻ P ജോയ് അധ്യക്ഷത വഹിച്ചു. ജെറിൻ K ജോൺ, VK ജയരാജൻ, M പ്രഭാകരൻ, N സുരേഷ്, ജിബിൻ ജോസഫ് എന്നിവർ സംസാരിച്ചു. സ്ഥിരമായി ഞങ്ങളുടെ 8 മണിക്കൂർ സമയക്ലിപ്തത വരുത്തണമെന്നാവശ്യം.
എങ്കക്കാട് ശ്രീ വീരാണിമംഗലം ക്ഷേത്രത്തിൽ പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി തെക്കേ മഠം മൂപ്പിൽ സ്വാമിയാർക്ക് സ്വീകരണവും വെച്ച് നമസ്കാരവും നടന്നു. ക്ഷേത്രത്തിൽ സ്വാമിയാരുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരുന്നു. സ്വാമിയാർക്ക് ഭിക്ഷ നൽകൽ ചടങ്ങും നാമജപവും നടന്നു. ചടങ്ങിൽ ക്ഷേത്ര ക്ഷേമസമിതി പ്രസിഡന്റ് ടി ഹൈമാവതി, സെക്രട്ടറി NR മോഹനൻ, സന്തോഷ് പൂങ്കുന്നത്ത്, മറ്റ് ഭാരവാഹികൾ, ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി മഹാത്മാ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന് വീൽചെയർ, എയർബഡ്, വാക്കിംഗ് സ്റ്റിക്ക്, ടോയ്ലറ്റ് ചെയർ എന്നിവ നൽകി തെക്കുംകര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ. മഹാത്മാ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ കെ അജിത് കുമാർ അനീഷിൽ നിന്നും സാധനങ്ങൾ ഏറ്റുവാങ്ങി. ട്രസ്റ്റ് ഭാരവാഹികളായ PJ രാജു, ബിജു ഇസ്മായിൽ, ശശി മംഗലം, ബാബുരാജ് കണ്ടേരി, KH സിദ്ദിഖ്, അനു സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. കേരള സംഗീത നാടക അക്കാദമിയുടെ ചരിത്രത്തിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന ദേശീയ താള വാദ്യോത്സവത്തിന് തൃശൂരിൽ അരങ്ങൊരുങ്ങി. വാദ്യമേളങ്ങളുടെ ലഹരി അടങ്ങാത്ത പൂരനഗരിക്ക് ഇനി രാജ്യത്തെ പ്രമുഖ വാദ്യമേളങ്ങൾ ആസ്വദിക്കാൻ അപൂർവ അവസരമൊരുങ്ങുകയാണ്. ഈ മാസം 11 മുതൽ 3 ദിവസങ്ങളിലായാണ് തത്തിന്തകത്വം എന്ന പേരിൽ കേരളീയ താളങ്ങളുടെയും ദേശീയ തലത്തിലുള്ള താള സംസ്കൃതിയുടെയും വിസ്മയാവഹമായ പകർനാട്ടങ്ങൾ സംഗീത നാടക അക്കാദമിയിലെ 3 വേദികളിലായി ഉസ്താദ് സാക്കീർ ഹുസൈൻ സമർപ്പിച്ചുകൊണ്ട് അരങ്ങേറുന്നത്. 11 രാവിലെ റീജിയണൽ തിയേറ്ററിൽ പെരിങ്ങോട് സുബ്രഹ്മണ്യൻ നയിക്കുന്ന ഇടയ്ക്ക് വിസ്മയത്തോടെ അരങ്ങുണരുന്ന താളവാദ്യോത്സവം വൈകിട്ട് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ ഉസ്താദ് സാക്കീർ ഹുസൈൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. ശിങ്കാരിമേളം, പഞ്ചാരിമേളം, പാണ്ടിമേളം, പഞ്ചവാദ്യം, ദേശതാളങ്ങളായ അർജുന നൃത്തത്തിൻ്റെയും ഗരുഡൻ തൂക്കത്തിൻ്റെയും താളവിന്യാസങ്ങൾ, മരുഭൂമിയുടെ താളമായ കർത്താൾ, തദ്ദേശീയമായ താളങ്ങൾ, സോദാഹരണ പ്രഭാഷണങ്ങൾ, വിവിധതരം കലാവതരണങ്ങൾ, ഹ്രസ്വചിത്ര പ്രദർശനം തുടങ്ങിയവ അരങ്ങേറും. വാദ്യകലാകാരികളുമായുള്ള സംവാദവുമായി പെൺകാലങ്ങൾ എന്ന സെഷൻ, ദേശീയ തലത്തിലുള്ള പ്രമുഖ കലാകാരികൾ അവതരിപ്പിക്കുന്ന തബലവാദനം, തായമ്പക, ഘടതരംഗം, തുള്ളൽ, മാർഗംകളി തുടങ്ങിയവയും അരങ്ങിലെത്തും. തമിഴകത്തിൻ്റെ പ്രാചീന നാടോടി കലാരൂപമായ തപ്പാട്ടം, കൊമ്പുപറ്റ്, ഭൂസ്പന്ദങ്ങൾ തുടങ്ങിയ അവതരണങ്ങളുമായി മുന്നേറുന്ന തത്തിന്തകത്വം 13 രാത്രി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി അവതരിപ്പിക്കുന്ന ചെയർമാൻസ് സിംഫണിയോടെ സമാപിക്കും. റീജിയണൽ തിയേറ്റർ, സംഗീത നാടക അക്കാദമി കോമ്പൗണ്ടിലെ ബ്ലാക്ക് ബോക്സ്, ആക്ടർ മുരളി തിയേറ്റർ എന്നീ 3 വേദികളിലായി നടക്കുന്ന ദേശീയ താളവാദ്യോത്സവത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണെന്ന് സംഘാടകർ പറഞ്ഞു. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി, സെക്രട്ടറി കരിവെള്ളൂർ മുരളി, താളവാദ്യോത്സവം ക്യൂറേറ്റർ KLE രാമചന്ദ്രൻ, സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാൻ PR പുഷ്പവതി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൾച്ചറൽ ഡെസ്ക് TCV. എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിയാരം കാവാലഞ്ചിറ പൊതുകുളം 4 ഭാഗവും മുകൾ ഭാഗവും വല ഉപയോഗിച്ച് അടച്ചുകെട്ടിയതിനെതിരെ നാട്ടുകാരുടെ പരാതി. മത്സ്യം വളർത്തലിനായി സ്വകാര്യ വ്യക്തികളാണ് അടച്ചുകെട്ടിയത്. സഹസ്ര സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ഉപയോഗിച്ച് നവീകരണം നടത്തിയ കുളമാണ് കാവാലഞ്ചിറ. പരിസരവാസികൾക്ക് കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കാനും നീന്തൽ ഉൾപ്പെടെയുള്ള വിനോദങ്ങൾക്കുമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് 5 ഏക്കർ വിസ്തൃതിയുള്ള കുളം നവീകരിച്ചത്. എന്നാൽ പഞ്ചായത്ത് കുളം ഏതാനും ചില വ്യക്തികൾക്ക് മത്സ്യകൃഷി ചെയ്യുന്നതിന് പാട്ടത്തിന് നൽകിയിരിക്കുകയാണ്. ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ 5 അംഗ കർഷകർക്ക് 5 വർഷത്തേക്കാണ് കുളം നൽകിയിട്ടുള്ളത്. വലകെട്ടി മൂടിയതോടെ കുളത്തിലിറങ്ങാൻ കഴിയാത്ത സാഹചര്യമായെന്ന് നാട്ടുകാർ പറയുന്നു. മണ്ടംപറമ്പ്, പതിയാരം പ്രദേശങ്ങളിലെ 100-ൽ പരം ആളുകൾ ഒപ്പുവെച്ച പരാതി പഞ്ചായത്ത് അധികൃതർക്ക് നൽകി. നമ്മൾ പുനരുദ്ധീകരിച്ചിട്ട് നല്ല രീതിയിലാക്കി വന്ന ഒരു ചിറ, നമ്മുടെ നാടിന്റെ പൊതുസ്വത്തായിട്ട് ഇരുന്ന ഒരു ചിറ ഇപ്പൊ കുറച്ച് പേർക്ക് പ്രൈവറ്റ് ആയിട്ട് തീരെ എഴുതി കൊടുത്ത പോലെയാണ് ഇപ്പൊ കിടക്കുന്നത്. ഇതിപ്പോ അടച്ചു കെട്ടിയ ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ നീന്തം ഇവിടെ കുറച്ച്, അല്ലെങ്കിൽ കുളിക്കാൻ മാത്രം ഇവിടെ ഒരു സ്ഥലം ഒഴിവാക്കി വിട്ടിട്ട് ബാക്കി മൊത്തം മീൻ വളർത്തുക എന്നുള്ള ഒരു പേരിൽ മൊത്തം അടച്ചു കെട്ടിയതാണ്. അപ്പോൾ പഞ്ചായത്തിൽ നമ്മളിത് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മൾ ഫിഷറീസ് വകുപ്പിലും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവരിപ്പോൾ നിലവിൽ കോൾപ്പാടത്ത് മാത്രം സീസണിൽ ഉള്ള കൃഷിക്ക് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മളത് അറിഞ്ഞത്. അപ്പൊ ഇതിങ്ങനെ കുറച്ച് ആൾക്കാർക്ക് മാത്രമായിട്ട് തീരെ എഴുതി കൊടുക്കുന്ന ഒരു സമ്പ്രദായം തീരെ ശരിയില്ല എന്ന് തോന്നുന്നു. കൃഷിയുടെ സമയത്ത് ഇവര് വെള്ളം അടിച്ചു കൊടുക്കാതെ കെട്ടിവെക്കുകയും ചെയ്യുക. കൃഷിക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇവര് വെള്ളം അടിച്ച് വറ്റിച്ചിട്ട് ആൾക്കാർ കുളിക്കുന്ന സമയത്ത് ഉപയോഗമില്ലാത്ത പോലെ വെള്ളം അടിച്ചിട്ട് ഒരാഴ്ചത്തോളം വെള്ളം അടിച്ച് വറ്റിച്ച് മീൻപിടുത്തമൊക്കെ നടത്തിയവര്. വേനൽക്കാലത്ത് പരിസരവാസികളുടെ പ്രധാന ജലസ്രോതസ്സാണ് കാവാലംചിറ. കൃഷിക്കും കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. വലയിട്ട് അടച്ചു കെട്ടിയതോടെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും
വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കുളത്തിലെ നാടൻ മത്സ്യസമ്പത്ത് നശിക്കുവാനും ഇത് കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. അതേസമയം പൊതുകുളം അടച്ചുകെട്ടുന്നതിനെ പഞ്ചായത്ത് സെക്രട്ടറി അനുമതി നൽകിയിട്ടില്ലെന്നും പൊതുജനങ്ങൾ ഇറങ്ങുന്നതും സ്വാഭാവിക മത്സ്യബന്ധനവും തടസ്സപ്പെടുത്താൻ കഴിയില്ലെന്നും കുളം പാട്ടത്തിന് നൽകുവാൻ തീരുമാനമെടുത്തിട്ടേയുള്ളൂവെന്നും വിവരാവകാശ നിയമം പ്രകാരം ലഭിച്ച മറുപടിയിലുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. നീർത്തട സംരക്ഷണ പദ്ധതിയിലുള്ള കുളം അടച്ചുകെട്ടിയതിനെതിരെ ജില്ലാ കളക്ടർക്കും ഫിഷറീസ് വകുപ്പിനും വകുപ്പ് മന്ത്രിക്കും നാട്ടുകാർ പരാതി അയച്ചിട്ടുണ്ട്. TCV എടിമപ്പെട്ടി. സംസ്ഥാനത്ത് കൈത്തറി യൂണിഫോം പദ്ധതി താളം തെറ്റുന്നു. സ്കൂൾ തുറന്ന 1 മാസം കഴിഞ്ഞിട്ടും വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ലഭിച്ചില്ല. സർക്കാർ സ്കൂളുകളിൽ 1 മുതൽ 7 വരെയും എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 4 വരെയുമുള്ള വിദ്യാർത്ഥികളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഗുണമേന്മയുള്ള യൂണിഫോം ലഭ്യമാക്കുന്നതിനോടൊപ്പം പരമ്പരാഗത കൈത്തറി മേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2017-18 അധ്യയന വർഷം മുതലാണ് വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് പദ്ധതി ആരംഭിച്ചത്. ആവശ്യമായി കൈത്തറി ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. പല സ്കൂളുകളിലും പാന്റിന്റെയും പാവാടയുടെയും തുണി എത്തിയിട്ടുണ്ടെങ്കിലും ഷർട്ടിനുള്ളത് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്കൂളുകൾ അവ വിതരണം ചെയ്തിട്ടില്ല. ഓരോ കുട്ടിക്കും 2 ജോഡി തുണികൾ വീതമാണ് വിതരണം ചെയ്യേണ്ടത്. പദ്ധതിക്കായി 79.01 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സ്കൂൾ തുറക്കും മുൻപ് യൂണിഫോം വിതരണം ചെയ്യുമെന്ന് 2 മാസം മുൻപേ തന്നെ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും നടപ്പിലായിട്ടില്ല. TCV ന്യൂസ്, ഗുരുവായൂർ. പൂമല ഡാമിൽ പെഡൽ ബോട്ടിംഗ് ആരംഭിച്ചു. വിനോദസഞ്ചാര വകുപ്പിന്റെ ഭരണാനുമതിയോടെ നവീകരണ പ്രവർത്തനം നടക്കുന്ന പൂമല ഡാമിൽ ആദ്യഘട്ടമായാണ് പെഡൽ ബോട്ടിംഗ് ആരംഭിച്ചത്. പെഡൽ ബോട്ടിംഗ് സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് പെഡൽ ബോട്ട് സവാരി സജ്ജമാക്കിയിരിക്കുന്നത്. പെഡൽ ബോട്ടുകൾക്കൊപ്പം കയാക്കിംഗ്, ഫൈബർ വഞ്ചികൾ, സോളാർ ബോട്ടുകൾ, കൊട്ടവഞ്ചികൾ തുടങ്ങിയ സവാരികളും ഘട്ടം ഘട്ടമായി ഡാമിലൊരുക്കും. പൂമല ഡാമിൽ 3.85 കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് വിനോദസഞ്ചാര വകുപ്പിന്റെ ഭരണാനുമതിയോടെ നടത്തുന്നത്. ഡാമിനോട് ചേർന്നുള്ള കമ്മ്യൂണിറ്റി ഹാൾ, 4 എക്കോ ഹട്ടുകൾ, 2 കിയോസ്ക്, എക്കോ സൈക്കിൾ പാത, പാർക്കിംഗ് ഏരിയ, കളി ഉപകരണങ്ങൾ, പാർക്ക്, ബോട്ട് ജെട്ടി, റെസ്റ്റോറന്റ് ഏരിയ തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മുളങ്കുന്നത്തുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് KJ ദേവസി, തൃശൂർ DTPC സെക്രട്ടറി C വിജയരാജ്, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസി ഷാജൻ, മുളങ്കുന്നത്തുകാവ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഫ്രാൻസി, വാർഡ് മെമ്പർ CP ജോർജ്, പറമ്പായി ക്ഷീരവികസന സമിതി പ്രസിഡന്റ് സിബി തോമസ്, പൂമല HSS മാനേജർ AR ചന്ദ്രൻ, തൃശൂർ മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സീന ബീഗം തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ നിർത്തിവെക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്നെത്തും. ഹൃദയ ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചത് ജൂൺ 9 മുതൽ. ശസ്ത്രക്രിയയ്ക്ക് തീയതി കാത്ത് 50-ലധികം പേർ. നന്ദിക്കര സെന്ററിൽ പിക്കപ്പ് വാനിടിച്ച് +2 വിദ്യാർത്ഥിനി മരിച്ചു. അപകടം ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ. ഡ്രൈവർ പോലീസ് കസ്റ്റഡി. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തൃശൂർ ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട്. ലീഡർ K കരുണാകരന്റെ ജന്മവാർഷിക ദിനത്തിൽ നാടകം അനുസ്മരണ പരിപാടികൾ. പൂങ്കുന്നം മുരളി മന്ദിരത്തിലെ സ്മൃതി കുടീരത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. കാലം എത്ര പിന്നിട്ടാലും ലീഡറുടെ പ്രസക്തി കേരള രാഷ്ട്രീയത്തിൽ കൂടി വരികയാണെന്ന് മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ. 1 വർഷം മുൻപ് മോഷണം നടന്ന സ്വർണ്ണക്കടയിൽ വീണ്ടും മോഷണ ശ്രമം. സംഭവം കയ്പമംഗലം 3 പീടികയിൽ. ശ്രദ്ധയിൽപ്പെട്ടത് രാവിലെ ഉടമ കട തുറക്കാനെത്തിയപ്പോൾ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.